മണ്ണഞ്ചേരി ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. മണ്ണഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KR ബിജു ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് R മുരളി അധ്യക്ഷത വഹിച്ചു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം PG സുനിൽകുമാർ, രക്ഷാധികാരി VD ജയറാം എന്നിവർ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി PP സാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. 28-ാം തീയതി പുലർച്ചെ 1:18 മണി സമയത്ത് രണ്ടുപേര് ഈ അമ്മയുടെ വീട്ടിൽ നിന്ന് അവിടെ വഴിയാണ് അല്ലെങ്കിൽ വഴിയിലേക്ക് ഇങ്ങനെ ഉള്ളിൽ ബാക്കി കലർന്ന ഒരു കിട്ടി. അത് അതിന്റെ ബാക്കി നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കുറവാ സംഘത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥിരം വസ്ത്രധാരണമായ അവരുടെ ഷർട്ടും അല്ലെങ്കിൽ അവരുടെ ചെരുപ്പും സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ ട്രൗസർ ഇട്ട് ആയുധം പോലത്തെ ഒരു സാധനം കയ്യിലുണ്ട്. അങ്ങനെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ നടന്നു പോകുന്നു. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. നമ്മളപ്പോൾ തന്നെ അമ്മയുടെ മൊഴി എടുത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടത് അത് പത്രമാധ്യമങ്ങളിൽ ആ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. TV ന്യൂസ് ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തു. ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിതിനെപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കാനല്ല, അവരൊരു ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. അതിന് അതിൻ്റെ അന്വേഷണമായിട്ട് നടക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് 12/15 ഒക്ടോബർ 22 ആദ്യ സംഭവം. അതിനുശേഷം നവംബർ 12 ആയപ്പോൾ രാത്രി 1:30 നമ്മുടെ 14-ാം വാർഡ് മെമ്പർ യുക്തി മാഡം ഒരു 1:30 മണി രാത്രി വിളിക്കുകയാണ്. സാറ് സ്പിനേഴ്സിന്റെ പടിഞ്ഞാറ് വശം ഒരു മോഷണം ഉണ്ടായി, 2 പേരെ കിട്ടി, നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് ഉറങ്ങാണ്, സ്വയം റൂമിലൊക്കെ ഉറങ്ങാണ്. അപ്പോൾ തന്നെ ഞാൻ റെഡിയായി അറിയാവുന്നതോടൊപ്പം തന്നെ സ്റ്റേഷനിൽ വിളിച്ചു. സ്റ്റേഷനിൽ നമ്മുടെ പെട്രോൾ സംഘാടനം എന്ന് പറയുന്നത് സ്റ്റേഷനിൽ പൊതുവെ ചെറിയ സ്റ്റേഷൻ, മണ്ണഞ്ചേരി പോലുള്ള സ്റ്റേഷനിൽ ഒരു ജീപ്പിൽ 3-4 ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരെ പെട്രോൾ ചെയ്യും. ഒരു 11 രൂപയുണ്ടാവും. അതിനുശേഷം രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 5 മണി 6 മണിയിലേക്ക് ഫീൽഡിലുണ്ടാവും. വിഷയങ്ങളുണ്ടോ എല്ലാ സ്ഥലങ്ങളിൽ പെട്രോളിൽ അതേ രീതിയിൽ നമ്മൾ പെട്രോൾ രാത്രി സമയത്ത് പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് കാണുന്ന സ്ട്രേറ്റായിട്ടുള്ള ആൾക്കാരെ ചെക്ക് ചെയ്യും. ആവശ്യത്താണ് അങ്ങനെ നോക്കും. വാഹനങ്ങൾ പരിശോധിച്ചു, ചെക്ക് ചെയ്യും. കൂടാതെ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പട്ടാബുക്കുകൾ എന്ന് പറയുന്നത് ചെറിയ നോട്ട് ബുക്ക് പോലെ കട്ടിയ ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ പട്ടാബുക്കുകളിലേക്ക് ഒപ്പുകൊടുക്കും. ഒപ്പുകൊടുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളത് വെക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ബാങ്കായിരിക്കും, അല്ലെങ്കിൽ ഒരു അമ്പലമായിരിക്കും, അല്ലെങ്കിൽ ഒരു പള്ളിയായിരിക്കും. പ്രധാനപ്പെട്ട സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളായിരിക്കും.